പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒഴിഞ്ഞവളപ്പ് 50ാം വാർഷികാഘോഷം നടത്തി. അനുമോദന സദസ്സും ആദരവും സംഘടിപ്പിച്ചു. മലയാളി മനസ്സിൽ വർഗീയ വിദ്വേഷത്താൽ ചേരിതിരിവുണ്ടാക്കാനുള്ള ചില ശക്തികളുടെ ബോധപൂർവമായ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന് മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. ഒഴിഞ്ഞവളപ്പ് പ്രതിഭ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘാടക സമിതി ചെയർമാൻ പി.കെ. നിശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രതിഭാ ക്ലബ് പുറത്തിറക്കിയ സപ്ലിമെന്റ് അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പ്രകാശനം ചെയ്തു. ശബരീശൻ എൻ ബാലകൃഷ്ണൻ, ബാബുരാജ് സി.കെ., മുനിസിപ്പൽ കൗൺസിലർ പി. അബൂബക്കർ, രാജ്മോഹൻ നീലേശ്വരം, സുനിൽ ഒ.വി., രാമചന്ദ്രൻ പുഞ്ചാവി, ശ്രീകാന്ത് സി.എച്ച്., ഒ.വി. മോഹനൻ, അഖിൽ ഒ.വി. തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വങ്ങൾക്ക് പ്രതിഭ ഒഴിഞ്ഞവളപ്പ് 50ാം വാർഷികത്തോടനുബന്ധിച്ച് അനുമോദനം സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് ഡോക്ടർ വി.പി. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കേവലമായ ഒരു കൂട്ടായ്മയല്ല, മറിച്ചൊരു ആശയത്തിന്റെ പുറത്ത് ശക്തമായ ഒരു നിലപാടിന്റെ തറയിൽ നിന്നുകൊണ്ട് രൂപം കൊണ്ടതുകൊണ്ടാണ് ഒഴിഞ്ഞവളപ്പിലെ പ്രതിഭ അതിന്റെ ഗോൾഡൻ ജൂബിലി എത്തി നിൽക്കുന്നത്. ഈ ക്ലബ്ബ് രൂപീകരിച്ച വർഷം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. 1976 എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു നല്ല വർഷമല്ല. 1975 ജൂണിലാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ നടപ്പിലായത്. ആ അടിയന്തരാവസ്ഥയുടെ ഏറ്റവും ശക്തമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് 1976. അതുകൊണ്ട് കൂട്ടം ചേരുന്നതിനും വളരെ ജനാധിപത്യപരമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും വിശാലമായ തലത്തിൽ കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊക്കെ വലിയ കൂച്ചുവിലങ്ങുകൾ ഉണ്ടായിരുന്ന കാലമാണ്. സുമേഷ് പുളിക്കാൽ അധ്യക്ഷത വഹിച്ചു. വി. സുകുമാരൻ, എം. രാജീവൻ, സുമിത വിജയരാജ്, രജീഷ് എൻ.വി., സൗമ്യ ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഒഴിഞ്ഞവളപ്പിലെ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച കലാസന്ധ്യ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.